Welcome to the 5th class, and in this class we will see about the conditional formatting. We have studied about the formatting methods. The format changing നമ്മൾ പഠിച്ചതാണ്. അത് ഫോർമാറ്റ് സെൽസിനകത്ത്. പക്ഷേ ഇത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. അതായത് സെല്ലിനകത്തുള്ള വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് we can change the formatting. We can change the formatting or the appearance by checking the values. Depending on the values, we can change the formatting. For that, I am typing some contents in the cell. Okay, salary 1000, 2000, 1400, 2400. And again I am clicking and dragging to fill some data here. So I have data at these much portions, and I am giving some more values also. 1500, 1600. I am selecting this and dragging. So I am merging these cells to have a heading, and I am selecting these much cells and take conditional formatting, and inside the first option highlight cells rules greater than. So format these cells greater than the value given. So I am giving a value as 4000, and I have to specify the format here. How to change the format? This is light red fill with a dark red text, or I can choose another one, green fill dark green with green text. So I can change the formatting of the cell contents depending on the value. So if I change this value to 4100, then this also becomes like the format that we given. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വാല്യൂസ് ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ടേബിളിനകത്തുനിന്ന് കുറച്ച് വാല്യൂസ് നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ ആവശ്യം. ഞാൻ വീണ്ടും സെയിം റേഞ്ച് സെലക്ട് ചെയ്യുന്നു. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് ഹൈലൈറ്റ് സെൽസ് ലെസ് ദാൻ 2000 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ റേഞ്ചിനകത്ത് നമുക്ക് രണ്ട് ഫോർമാറ്റിംഗ് ഉണ്ട്. ഒന്ന് 4000 മുകളിലുള്ള വാല്യൂസ് പച്ച നിറത്തിൽ കാണിക്കും. ദെൻ 2000 താഴെയുള്ള വാല്യൂസ് ലെസ് ദാൻ 2000 കൊടുക്കുക. അതിൽ താഴെയുള്ള വാല്യൂസ് റെഡിൽ കാണിക്കും. ഇതൊരു ടേബിളിനകത്ത് നമുക്ക് ഒരു കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വാല്യൂ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ടു ഹൈലൈറ്റ് സം വാല്യൂ ഓർ റേഞ്ച് ഓഫ് വാല്യൂസ്, അതിനുവേണ്ടിയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുക. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് ഇവിടെ ഉള്ള പോലെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ബിറ്റ്വീൻ, ഒരു റേഞ്ചിനകത്ത് ബിറ്റ്വീൻ ഒരു വാല്യൂ ആൻഡ് അനദർ വാല്യൂ ആൻഡ് ഗീവ് ദി ഫോർമാറ്റ്. ഇൻ ഫോർമാറ്റ് വി ക്യാൻ ഗീവ് കസ്റ്റം ഫോർമാറ്റ് ഓൾസോ. നമുക്ക് പറയാം അതിന് എന്ത് ഫോർമാറ്റ് വേണം. അപ്പോൾ ഫോർമാറ്റിയുടെ കൂടെ കൊടുത്താൽ മതി. ഇപ്പോൾ ഫോണ്ട് വലുതാക്കി കാണിക്കണം, അപ്പോൾ അതിൻ്റെ ഫോണ്ട് വലുതായി കാണിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിറം മാറ്റണം, അല്ലെങ്കിൽ ബോർഡർ മാറ്റണം. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതാണ് ഈ ഒരു കസ്റ്റം ഫോർമാറ്റിൻ്റെ ആവശ്യം. അപ്പോൾ വി ക്യാൻ ഹാവ്, ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ബിറ്റ്വീൻ ഉണ്ട്, ഈക്വൽ ടു ഒരു വാല്യൂ കൊടുക്കാം. ഈക്വൽ ടു 2000 ആണെങ്കിൽ അതെല്ലാം എന്താണ് ലൈറ്റ് റെഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 എല്ലാം എന്ത് ചെയ്യും, ലൈറ്റ് റെഡ് ഫിൽ ചെയ്യേണ്ടത്. നമുക്കത് ടെക്സ്റ്റ് നിറം മാറ്റാത്തതുകൊണ്ട് മനസ്സിലാവും. അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് സെലക്ട് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കുക,
ഹൈലൈറ്റ് സെൽസ് ഈക്വൽ ടു 2000 എങ്ങനെയാക്കണം? 2000 ഉള്ളത് ചേഞ്ചസ് റെഡ് ടെക്സ്റ്റ് മാത്രം കൊടുത്തു. അപ്പോൾ ടെക്സ്റ്റ് റെഡായി കിട്ടി. നമ്മൾ ആദ്യം ഒരു ഫോർമാറ്റിംഗ് കൊടുത്തുകൊണ്ടാണ് എൻ്റെ ബാക്കിലും റെഡായി പോയത്. അപ്പോൾ എന്തായാലും നിസ്സാരതയുള്ളൂ. വി ക്യാൻ ചേഞ്ച് ദ ഫോർമാറ്റിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദി കണ്ടീഷൻസ്. നമുക്കത് വീണ്ടും പഴയ പോലെ ആക്കണമെങ്കിൽ ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ക്ലിയർ റൂൾസ് ഉണ്ട്. ക്ലിയർ റൂൾസ് ഫ്രം ദി സെലക്ഷൻ. എൻ്റെ ഷീറ്റ് ആണെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാ ഫോർമാറ്റിംഗ് മാറും. ഇതാണെങ്കിൽ ക്ലിയർ റൂൾസ് ഫ്രം ദി സെലക്റ്റഡ് സെൽസ്. നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ട് കിട്ടും. അതിനകത്ത് തന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് ഹൈലൈറ്റ് സെൽസ് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് സാൽ എന്ന് പറയും. അപ്പോൾ സാൽ എന്ന ടെക്സ്റ്റുള്ള ഇതിനകത്ത് ഫോർമാറ്റിംഗ് മാറ്റാൻ പറയും, ടെക്സ്റ്റ് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ടെക്സ്റ്റിനകത്ത് നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. അതായത് ടെക്സ്റ്റ് അല്ലെങ്കിൽ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ ഞാൻ കൊടുത്തത് SAL എന്നാണ് കൊടുത്തത്. അപ്പോൾ സാലറിക്കകത്ത് SAL ഉള്ളതുകൊണ്ട് ഫോർമാറ്റിംഗ് എഫക്റ്റ് ആയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ പാസ്, ഇപ്പോൾ ഫെയിൽ, ഒരു മാർക്ക് ലിസ്റ്റിനകത്ത് ഫെയിൽഡ് എന്ന് മാത്രമേ ഉള്ളത് നമുക്ക് റെഡ് ആക്കണമെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ടെക്നിക്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നടന്ന കാര്യങ്ങൾ ഇവിടെ ഡേറ്റ് എൻട്രി ഉണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ഹൈലൈറ്റ് സെൽസ് റൂൾസ് എ ഡേറ്റ് ഒക്കറിങ്. യെസ്റ്റർഡേ ആണെങ്കിൽ യെസ്റ്റർഡേ മാത്രം കിട്ടും, ഇന്നലത്തെ മാത്രം കിട്ടും. ക്ലിക്ക് ചെയ്തിട്ട് ടുഡേ ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റുകൾ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രേഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ് എൻട്രി ഉള്ള എന്തെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് 7 days, ലാസ്റ്റ് വീക്ക്, ഇതെല്ലാം അതായത് കറണ്ട് ഡേറ്റ് ഉപയോഗിച്ച് ഇത് എന്ത് ചെയ്യും, ഇത് കണ്ടുപിടിക്കും. ഇന്നലെ, നാളെ, ഇന്ന്, അതുപോലെ കഴിഞ്ഞ ആഴ്ച, അതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമുക്കിതുപോലെ ഫോർമാറ്റിംഗ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കസ്റ്റം ഫോർമാറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്നലത്തെ എല്ലാം റെഡ് കാണിക്കുക, നാളത്തെ എല്ലാം ഗ്രീൻ കാണിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ ഡു ഇറ്റ് ഈസിലി. ഇതിനകത്ത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ കണ്ടു. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്, അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യും, ഫോർമാറ്റ് ചെയ്യും. ഇതിനകത്ത് 4 മാത്രം റെപ്പറ്റീഷനിൽ, അതുകൊണ്ട് അത് മാത്രം ഫോർമാറ്റ് ചെയ്തിട്ടില്ല. 1230 ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. 5000. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു റേഞ്ചിനകത്ത്, ഒരു സെലക്റ്റഡ് സെൽസിനകത്ത് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് വിച്ച് ആർ നോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ വിച്ച് ആർ ഡ്യൂപ്ലിക്കേറ്റഡ്, നമുക്ക് ഈ ഒരു ഫോർമാറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഫോർമാറ്റിംഗ് എല്ലാം ക്ലിയർ ചെയ്യണം. സെലക്ട് ചെയ്യുക, ക്ലിയർ റൂൾസ് കൊടുത്തിട്ട് ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്തു. ഇനി ഇതുപോലെ തന്നെ വേറെ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ടോപ്പ് ബോട്ടം റൂൾസ്. ഇപ്പോൾ ടോപ്പ് 10 ഐറ്റംസ്, ഇതിനകത്തുള്ള മുകളിലുള്ള 10 ഐറ്റംസ് കണ്ടുപിടിക്കുക. വാല്യൂ ഹാവിങ് 10 ലാർജസ്റ്റ് വാല്യൂസ്. ഇപ്പോൾ ഏറ്റവും കൂടിയ വാല്യൂസ് 5000 മുതൽ മൊത്തം 10 ഇവിടെ കാണിക്കുകയാണെങ്കിൽ 7 കാണിക്കും. അപ്പോൾ to find out the values which are highest, top 10 items. Okay, so I am clearing the rules. Clear rules. അതുപോലെ തന്നെ അധികം ഓപ്ഷൻസ് ഉണ്ട്. ടോപ്പ് 10% ഉള്ള കണ്ടുപിടിക്കുക. അതുപോലെ ബോട്ടം 10 ഐറ്റംസ്, ബോട്ടം 10%, എബോവ് ആവറേജ്. ഈ റേഞ്ചിനകത്തുള്ള ആവറേജിന് മുകളിലുള്ള വാല്യൂസ് എന്ത് ചെയ്യാം, അതും സെലക്ട് ചെയ്യാം. റേഞ്ച് സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് എബോവ് ആവറേജ്, ഇത്രയും വാല്യൂസ് എബോവ് ആവറേജ് ആണ്.
അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു, ബിലോ ആവറേജ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും ന്യൂമറിക് ആയിട്ടുള്ള ഒരു ഷീറ്റിനകത്ത് നിന്ന് ന്യൂമറിക് ആയിട്ടുള്ള ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ we can use this conditional formatting. അതുപോലെ തന്നെ ഡേറ്റ ബാർ, അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫ് കാണിക്കും. 1000 ഒരു സ്മോൾ 1000 എന്നുള്ളൊരു സ്മോൾ റേഞ്ചാണ്, 5000 ഈസ് എ ലാർജ് റേഞ്ച്. ഒരു ബാർ ചാർട്ട് പോലെ അത് ഇൻബിൽറ്റ് ആയിട്ട് അതിൻ്റെ കൂടെ വരും. അത് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ദെൻ കളർ സ്കെയിൽസ് ഉണ്ട്, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ RGB സ്കെയിൽ നമുക്കറിയാം. അതുകൂടാതെ ഇതിപ്പോൾ കണ്ടില്ലേ, ഗ്രീൻ, യെല്ലോ, റെഡ് കളർ സ്കെയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ത് ചെയ്യും, ഓരോ കോമ്പിനേഷൻസിനും ഓരോ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വാല്യൂ കാണിക്കുന്ന പോലെ അതിൻ്റെ ഫോമാറ്റിംഗ് മാറ്റിത്തരും. അപ്പോൾ അത് നമുക്കത് ആദ്യം ആ ഒരു സ്കെയിലിംഗ് അറിയണം, എങ്കിൽ മാത്രമേ നമുക്കത് വാല്യൂസ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്മോൾ വാല്യൂസ് എന്ന് പറയും, യെല്ലോ എന്ന് പറയുമ്പോൾ അത് ഒരു ആവറേജ് വാല്യൂസ് കൂട്ടാം, ഗ്രീൻ എന്ന് പറയുമ്പോൾ ഹൈ വാല്യൂസ് കൂട്ടാം. അങ്ങനെ ഒരു ഇതിനകത്ത് ഉള്ളൊരു സ്കെയിലിംഗ് ആണത്. അതും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതാണ് ഐക്കൺ സെറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. ഐക്കൺ സെറ്റ്സ് അതുപോലെ തന്നെയാണ് ഇൻക്രീസിങ്, ഡിക്രീസിങ്, ആവറേജ്, ആ ഒരു സ്റ്റൈലിലുള്ള. റെഡ് ആണെങ്കിൽ ഡിക്രീസിങ് ആണ്, സ്മോൾ വാല്യൂസ് ആണെങ്കിൽ അത് ബിലോ ആവറേജ് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ റെഡ്, യെല്ലോ, നമുക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പുകൾ കിട്ടും. അതിപ്പോൾ ഒരു ആവറേജ് വാല്യൂവിനേക്കാളും ചെറുതോ വലുതോ അല്ലെങ്കിൽ ടെൻസ് ടു ആവറേജ്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റൈൽ ഓഫ് റെപ്രസെൻറ്റിങ് ദ വാല്യൂസ്. അടുത്തത് നമുക്ക് വി ക്യാൻ സെറ്റ് അവർ ഓൺ റൂൾസ്. ഈ ഓപ്ഷൻസ് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റൂൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ റൂൾ, ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർമാറ്റ് ഓൺലി സെൽസ് ദാറ്റ് കണ്ടെയ്ൻ സെൽ വാല്യൂ ബിറ്റ്വീൻ കുട്ടിയായി ഫോർമാറ്റ് ഓൺലി സെൽസ് ദാറ്റ് കണ്ടെയ്ൻ സെൽ വാല്യൂ ബിറ്റ്വീൻ രണ്ട് വാല്യൂസ്, ബിറ്റ്വീൻ 2000 ആൻഡ് 3000. ഇനി എങ്ങനെ അത് ഫോർമാറ്റ് ചെയ്യണം, ഫോർമാറ്റ് എങ്ങനെ ചെയ്യണം, ഫോർമാറ്റ് അതിൻ്റെ ഫോണ്ട് മാറ്റണം, അല്ലെങ്കിൽ ഫോണ്ട് നിറം മാറ്റി കൊടുക്കാം, റെഡാക്കി, ബോർഡർ, അതായത് ഫോർമാറ്റിൻ്റെ എല്ലാ ഓപ്ഷൻസും അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിവ്യൂ വരും. 2000 3000 ഇടയ്ക്കുള്ള വാല്യൂസ് എല്ലാം ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഫോർമാറ്റിംഗ് ഡിസൈൻ ചെയ്യാൻ പറ്റും. കസ്റ്റം റൂൾ പോലെ തന്നെ നമുക്ക് കസ്റ്റം ഫോർമാറ്റിംഗ് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. വീണ്ടും ക്ലിയർ റൂൾസ് കൊടുത്ത് ക്ലിയർ ചെയ്തു. അപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റ് ന്യൂ റൂളിനകത്ത് വീണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർമാറ്റ് ഓൺലി ബേസ്ഡ് ഓൺ ദ വാല്യൂസ്, ഫോർമാറ്റ് ഓൺലി ടോപ്പ് ഓർ ബോട്ടം റാങ്ക്ഡ് വാല്യൂസ്, ഫോർമാറ്റ് ഓൺലി യുണീക്ക് ഓർ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ഫോർമാറ്റിംഗ് സ്റ്റൈലിനകത്തുണ്ട് ഫോർമാറ്റ് സ്റ്റൈൽ 2 കളർ സ്കെയിൽ, 3 കളർ സ്കെയിൽ, 3 നിറയെ കളേഴ്സ് മിക്സ് ചെയ്ത് നമുക്ക് ഇത് പറഞ്ഞ പോലെ റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന സ്റ്റൈലിൽ ചേഞ്ച് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഫോർമാറ്റിംഗ്. ഇത്ര ഉദ്ദേശമുള്ളൂ, ഒരു ഷീറ്റിനകത്തുള്ള റേഞ്ച് ഓഫ് വാല്യൂസ്, അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂസ് ടെൻഡിങ് ടു ആവറേജ്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് 10 വാല്യൂസ്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് 10 വാല്യൂസ് നമുക്കത് ആവശ്യം വരും. ഇതിപ്പോൾ ഒരു സ്മോൾ റേഞ്ച് സെലക്ഷൻ ആക്കിയതുകൊണ്ടാണ്. അതായത് നമ്മൾ കണ്ട പോലെ ഒരു വലിയൊരു ഡാറ്റാ സെറ്റിനകത്ത് ഇതുപോലെ നമുക്ക് സെർച്ചിങ് എളുപ്പമല്ല. അതായത് 5000 താഴെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈൻഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ F കൊടുത്ത് ഫൈൻഡ് ചെയ്യാം. പക്ഷേ ആ ഫൈൻഡിനേക്കാളും വളരെ എഫക്റ്റീവാണ് ഒരു ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ എന്നുള്ളത് വളരെ യൂസ്ഫുള്ളാണ്. ഒരു ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം ഏതിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷെയർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു
ഫോമാറ്റിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് ഉള്ള ഓപ്ഷൻ ഉള്ളത് മാനേജ് റൂൾസ് എന്ന ഓപ്ഷൻ, മാനേജ് റൂൾസ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ സെലക്ഷൻ ആക്കിയിട്ടുള്ള റേഞ്ചിനകത്തുള്ള റൂൾസ് എല്ലാം കാണിക്കും. ഇപ്പോൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് കൊടുത്ത് നോക്കാം. അതായത് സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോമാറ്റിങ്ങിനകത്ത് ഹൈലൈറ്റ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 3000 കൊടുത്തു, ഒരു ഫോമാറ്റിംഗ് കൊടുത്തു. ദെൻ ഹൈലൈറ്റ് വാല്യൂസ് ഈക്വൽ ടു വേറൊരു ഫോർമാറ്റിംഗ് കൊടുത്തു. അങ്ങനത്തെ വാല്യൂസ് ഇല്ല. അപ്പം അങ്ങനെ ഒരു കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടീഷണൽ ഫോമാറ്റിങ്ങിനകത്ത് വി ക്യാൻ മാനേജ് ദ റൂൾസ്. ഉണ്ട് ഇപ്പോൾ രണ്ട് തരം നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ടു 3000 അതൊരു റൂളാണ്. അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്തിട്ടില്ല. നമുക്കൊരു 3000 കൊടുത്ത് നോക്കാം. ഒരു വാല്യൂ നമുക്ക് ഐ ആം ചേഞ്ചിങ് ആസ് 3000. അപ്പോൾ ആ ഒരു ഫോമാറ്റിംഗ് ആയി. നമ്മൾ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോമാറ്റിങ്ങിനകത്ത് മാനേജ് റൂൾസ് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ അതിനകത്തുള്ള റൂൾസൊക്കെ കാണിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഫോമാറ്റിംഗ് വേണ്ടാന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റും. ഈക്വൽ ടു 3000 മാറ്റി ഈക്വൽ ടു 4000 ആയി. അപ്പം അങ്ങനെ ഉള്ളൊരു റൂള് വാല്യൂ മാത്രം ചേഞ്ച് ചെയ്യാൻ മതിയെങ്കിൽ നമുക്ക് ഇതുപോലെ മാനേജ് റൂൾസിനകത്ത് പോയിട്ട് ചേഞ്ച് വരുത്താം. ഇപ്പോൾ 4000 ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫോമാറ്റിംഗ് മാറും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു റേഞ്ചിനകത്ത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസ് കാണിക്കാൻ വേണ്ടിയാണ് മാനേജ് റൂൾസ്. ദെൻ വി ക്യാൻ എഡിറ്റ് ഓർ ഡിലീറ്റ് ദ ഓർ ചേഞ്ച് ദ വാല്യൂസ് ഓഫ് ദി റൂൾ. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ഓപ്ഷനാണ്. ഒരു വലിയൊരു ഡാറ്റാ ഷീറ്റിനകത്ത് നിന്ന് കുറച്ച് വാല്യൂസ് മാത്രം നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ടു പിക്ക് ഔട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാകുന്ന പോലെ ഒരു ഹൈലൈറ്റിംഗ് ആണ്. ആ ഹൈലൈറ്റിംഗ് എന്നുള്ള ഫോമാറ്റിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ അസ്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇത്ര വാല്യൂ ആണെങ്കിൽ റെഡ്. അപ്പോൾ അതുപോലെയുള്ളൊരു ഓപ്ഷനാണ് കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം.